നമസ്കാരം. മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് കഴിഞ്ഞ ദിവസം ആളാവാൻ കഴിയാത്തത് കൊണ്ട് ഒരു പരിപാടി റദ്ദ് ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാം. കണ്ണകുന്ന് കൊട്ടാരത്തിൽ വെച്ച് നടത്തിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. മോട്ടോർ വാഹന വകുപ്പിന് വിതരണം ചെയ്യാനായിട്ട് വാങ്ങിയിട്ടുള്ള എന്റെയും നിങ്ങളുടെയും ഒക്കെ നികുതി പണം എടുത്ത് വാങ്ങിയിട്ടുള്ള ഒരു കുറച്ച് വാഹനങ്ങൾ. ആ വാഹനങ്ങൾ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ താൻ ഉദ്ദേശിച്ച അത്ര ആൾക്കാർ അവിടെ എത്തിച്ചേർത്തിട്ടില്ല. വലിയൊരു ജനക്കൂട്ടം തന്നെ ആദരിക്കാനും ബഹുമാനിക്കാനും തന്റെ സംസാരം കേൾക്കാനും അവിടെ എത്തിയിട്ടില്ല എന്ന് അങ്ങനെയാണെന്ന് തോന്നുന്നു. അങ്ങനെ ആവണം. അല്ലാന്നുണ്ടെങ്കിൽ അത്രയും അതിഥികളും എം എൽ എയും മറ്റ് ജനങ്ങളും എല്ലാവരും വന്നു നിൽക്കുന്ന ചടങ്ങ് റദ്ദ് ചെയ്തിരുന്നു എന്ന് ആരോടും ചോദിക്കാതെ തന്നിഷ്ടപ്രകാരം ചെയ്തിട്ട് അങ്ങോട്ട് പോകില്ലല്ലോ. അപ്പോ മന്ത്രിക്ക് ആളാകാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു ചടങ്ങ്. താൻ ആളാകുന്നത് 4 പേര് കാണണം എന്ന് അദ്ദേഹം കരുതി കാണും. സ്വാഭാവികം. കാരണം ഇനിയിപ്പോ ഒരു കൊല്ലം കൂടിയുള്ളൂ. ഇനിയിപ്പോ അടുത്ത തവണ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് വരുത്തണം. 4 പേര് തന്നെ കുറിച്ചൊന്ന് പൊക്കി അടിക്കണം, സംസാരിക്കണം. അത്ര തന്നെ കരുതിയിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നടപ്പിലാക്കാത്ത മന്ത്രിയാണ് എന്നാണ് പൊതുജന സംസാരം. കാരണം കഴിഞ്ഞ തവണ ഉദ്ഘാടന പരിപാടി റദ്ദ് ചെയ്യുന്ന സമയത്ത് പരിപാടി റദ്ദ് ചെയ്യുന്നു എന്ന് തന്നെ പറയുന്ന സമയത്ത് ഫ്ലാഗ് ഓഫ് പരിപാടി റദ്ദ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, ഈ കനകുന്ന് കൊട്ടാരത്തിലെ ടൈൽസിൽ വണ്ടി കയറ്റാൻ പറ്റില്ലെന്ന് ആരാ പറഞ്ഞ്? അങ്ങനെ വണ്ടി കയറ്റാൻ പറ്റാത്ത ടൈലാണ് എന്നുണ്ടെങ്കിൽ അതിട്ടവനെതിരെ നടപടിയെടുക്കും, താൻ നോട്ടീസ് കൊടുക്കും, മൂക്കിൽ വലിച്ചേറ്റും എന്നൊക്കെ അവന്ന് പറയുന്നത് കേട്ടു. ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് കേട്ടത്. ഇതൊന്നും നടപടി എടുക്കും. എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ഉടനെ നടപടിയാണ്. എന്നാൽ ചില പ്രത്യേക പ്രദേശങ്ങളിൽ വാഹനം കടത്താറില്ല. അത് കനകുന്ന് കൊട്ടാരമായാലും അല്ലെങ്കിൽ ഫുട്പാത്ത് മാത്രം നടക്കാൻ വേണ്ടി മാത്രം അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങളിലും അവിടെ സർക്കാർ പരിപാടി എന്നല്ല ഏത് പരിപാടിയായാലും അവിടെ നടന്നു തന്നെ പോയാൽ മതി. അവിടെ വാഹനം കയറ്റാൻ പറ്റില്ല എന്നുള്ളത് അവിടുത്തെ നിയമമാണ്. ആ നിയമം അനുസരിക്കലാണ് മര്യാദ. സത്യത്തിൽ കനകുന്ന് കൊട്ടാരത്തിൽ വെച്ച് എന്തിനാ പരിപാടി നടത്തിയത്? അവിടെ വെച്ച് നടത്തേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. പേരൂർക്കട KSRTC ഡിപ്പോയിൽ വെച്ച് പരിപാടി നടക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ മന്ത്രിക്ക് ഓശാന പാടാൻ മന്ത്രിയുടെ മുന്നിൽ ആളെ ഇരുന്നു കൊണ്ട് ആള് തികയ്ക്കാൻ വേണ്ടി മുമ്പ് പറഞ്ഞിരുന്നത് എന്താണ്? ഉദ്യോഗസ്ഥന്മാർ വന്നില്ല. തന്റെ KSRTCയിലെ ഏതാനും ചില ഉദ്യോഗസ്ഥരും തന്റെ പാർട്ടിയിലുള്ള കുറച്ച് പ്രവർത്തകരെ വന്നിട്ടുള്ളൂ. മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടില്ല, വേറെ ആരും വന്നിട്ടില്ല, അങ്ങനെ ആരും വന്നിട്ടില്ല, ആരും പങ്കെടുപ്പിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് മന്ത്രി ഒന്ന് പൊട്ടിത്തെറിച്ചത്. ഏതായാലും ഇപ്പൊ ആളെ കൂട്ടാൻ മന്ത്രിയുടെ അന്ന് മാറ്റിവെച്ച പരിപാടി, മാറ്റിയല്ല, മന്ത്രി അന്ന് റദ്ദ് ചെയ്ത പരിപാടി ഇന്നിപ്പോ പേരൂർക്കട KSRTC ഡിപ്പോയിൽ നടക്കുമ്പോ അതിൽ ആളെ പങ്കെടുപ്പിക്കാൻ വേണ്ടി എല്ലാ പരിപാടി നിർത്തിവെച്ച് പൊതുജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട സർക്കാർ സംവിധാനങ്ങൾ ആ പണി നിർത്തിവെച്ചിട്ട് പൊതുജനങ്ങളെ പെരുവഴിയിലാക്കിക്കൊണ്ട് മന്ത്രിയുടെ ഉദ്ഘാടന മാമാങ്കത്തിന് ആളെ ഉണ്ടാക്കി മന്ത്രിക്ക് ആളാകാൻ വേണ്ടി കാവലിരിക്കാൻ കൂട്ടിരിക്കാൻ പോയിരിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം മുട്ടത്തറയില് കുറച്ചുപേർ ഡ്രൈവിംഗ് ടെസ്റ്റിനെത്തി. കുറച്ചുപേരുടെ എച്ചും അതുപോലെ അവരുടെ 8ഉം ഒക്കെ കഴിഞ്ഞു. ഇനി റോഡ് ടെസ്റ്റ് നടത്താണ്ട് ബാക്കിയുള്ള ചിലരുടെ 8 കഴിയാനുണ്ട്, എച്ച് കഴിയാനുണ്ട്. അവിടെ വരുന്ന സ്ത്രീകൾ അടക്കമുള്ളവർ, അവർക്ക് കുട്ടികളുമായിട്ട് വന്നവരുണ്ട്, അല്ലാതെ ലീവ് എടുത്ത് വരുന്നവരുണ്ട്, അങ്ങനെ പല മേഖലയിൽ നിന്നും വന്നവരുണ്ട്. അവിടെ ഒരു പൊതു ശൗചാലയം പോലും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ആ പരിസരത്തുള്ളത്. അങ്ങനെയുള്ള ആ സ്ഥാനത്ത് ഈ മന്ത്രിയുടെ പരിപാടിയിൽ ആളെ ഉണ്ടാക്കാൻ, മന്ത്രിയുടെ പരിപാടി തീരുന്നത് വരെ മാറി നിൽക്കാൻ ഇവരെ ഇവിടെ അനാഥരാക്കിയിട്ട് ഞങ്ങൾ മന്ത്രിയുടെ മുമ്പിൽ ആളിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെ തൊപ്പി തലേ കാണൂല എന്ന് പറഞ്ഞിട്ട് ഈ സാധുക്കൾ, ഈ ഉദ്യോഗസ്ഥർ നേരെ മന്ത്രിയുടെ മുന്നിൽ കസേര നിറയ്ക്കാൻ പോയിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊരു കഷ്ടമാണ്, എന്തൊരു കഷ്ടമാണ്. ഇത്രയ്ക്കും അല്പനാണോ നമ്മുടെ മന്ത്രി എന്ന് പറയുന്നത്? ഇങ്ങനെ ഒരു സെറമണി ഉണ്ട് എങ്കിൽ ഈ ടെസ്റ്റ് ഡേറ്റ് മാറ്റി വയ്ക്കുക, അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കുക, പകരം ആളിനെ വയ്ക്കുക എന്നുള്ളത്. കാരണം വെച്ചാൽ രാവിലെ വന്നിട്ട് പെൺകുട്ടികളും ചെറിയ കുട്ടികളും മുതിർന്നവരും എല്ലാം വന്ന് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് ഈ വെയിലത്തൊക്കെ പ്രോപ്പറായിട്ടൊരു വെയിറ്റിംഗ് ഷെഡ് പോലും ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ അത് ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ട്. അത് ഉദ്യോഗസ്ഥ അനാസ്ഥ തന്നെയാണ്. ഉദ്യോഗസ്ഥർക്ക് ഇത് അറിയാവുന്ന കാര്യങ്ങളാണ്. സർക്കാർ സംഘടിപ്പിക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ സർക്കാർ സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് വേണ്ടി ഈ ടെസ്റ്റ് ഡേറ്റ് മാറ്റിവെക്കണം, അല്ലെങ്കിൽ മറ്റൊരു സംവിധാനം ഉണ്ടാക്കണം. അത് ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടതാണ്. ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ നമ്മളെ പോലുള്ളവരെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പ്രോപ്പറായിട്ടൊരു ഇൻഫർമേഷൻ ഇല്ല. ഞങ്ങൾ വരും, എപ്പോ വരും, എങ്ങനെ വരും ഇല്ല. അവരൊരു നീണ്ടൊരു പ്രോസസ്സാണ്. ശരി, ഉച്ചയ്ക്ക് ശേഷമാണ്, ഉച്ചയ്ക്ക് ശേഷം ഇത്ര മണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പോയിട്ട് തിരിച്ച് ആ ടൈമിൽ വരാൻ പറ്റും. ഇതിപ്പോ അങ്ങനെയൊന്നുമില്ല. ആ ഒരു പ്രോപ്പർ ടൈം പോലും അവർ ഷെഡ്യൂൾ ചെയ്യും. കനകുന്ന് കൊട്ടാരത്തിൽ വെച്ച് അന്ന് ആഘോഷപൂർവ്വം നടത്താൻ കഴിഞ്ഞില്ല. തന്റെ മുന്നിൽ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടായില്ല. അതുകൊണ്ട് തന്റെ വകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും താൻ ഉദ്ഘാടനം ചെയ്യുന്നത്, താൻ ഫ്ലാഗ് ഓഫ് ചെയ്യുമ്പോൾ തനിക്ക് നിന്ന് കൈയടിക്കാൻ തന്റെ മുന്നിൽ നിന്നുകൊണ്ട് അങ്ങനെ തന്നെ സിന്ദാബാദ് എന്ന് പറയാൻ റാൻ മൂളാൻ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മന്ത്രി ജനകീയ മന്ത്രി എന്ന് പറയാൻ പറ്റുമോ? ജനപ്രതിനിധി എന്ന് പറയാൻ പറ്റുമോ? ജനപ്രതിനിധി ആയിരുന്നുണ്ടെങ്കിൽ മുട്ടത്തറയിലെ അവിടെ വന്നിട്ടുള്ള 100 കണക്കിന് ആൾക്കാരെ വഴിയാധാരമാക്കിയിട്ട് അവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങിയേക്കാണ്, റോഡ് ടെസ്റ്റ് മുടങ്ങിയേക്കാണ്. എപ്പോ വരുമെന്ന് അതൊന്നും പറയുന്നില്ല, എങ്ങനെ വരുമെന്ന് പറയുന്നില്ല. അത് ഏത് സമയത്താണ് ചെയ്യേണ്ടത് യാതൊരു ഉത്തരവാദിത്വമില്ല. ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ജനങ്ങൾ പ്രതികരിക്കണ്ടേ? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളാണ് ഇവരെന്നാണ് വായ്പ്. പക്ഷെ
ജനങ്ങളെ പൊട്ടന്മാരാക്കിക്കൊണ്ട് അധികാര കസേരയിൽ കയറിയിരുന്ന് ചെങ്കോലും കിരീടവും അണിഞ്ഞുകൊണ്ട് ഞാനാണ് രാജാവ് എന്ന് മറ്റുള്ളവരെ അടക്കി ഭരിക്കാനാണ് ഇത്തരക്കാർ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇവരെയൊക്കെ എന്തിനാണ് വിജയിപ്പിച്ച് അങ്ങോട്ട് വിടുന്നത്, എന്നാണ് ഇവരൊക്കെ ജനപ്രതിനിധികളായി മാറുന്നത് എന്നുകൂടി ജനം ചിന്തിച്ചു തുടങ്ങിയാൽ കുറ്റം പറയാൻ പറ്റൂലല്ലോ. Different angles. Don't forget to subscribe and support this channel.